ഹലോ, ഇനി കുറച്ച് അൺബോക്സിങ് വീഡിയോസ് ആയാലോ? ഈ കാണുന്ന പ്രോഡക്റ്റ്സ് മുഴുവൻ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് അയച്ചിരിക്കുന്നത്. കാരണം ഇനി കുറച്ച് ദിവസം നമ്മൾ അവിടെയാണല്ലോ. ഇത് നൈക്ക ലക്സ് സ്റ്റോറിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു യമണ്ടൻ അബദ്ധമാണ് കേട്ടോ. ബ്രാൻഡ് ഏതാണെന്നറിയാമോ? വേറൊന്നുമല്ല, ഷനേൽ. അവരുടെ ഫ്രഷ് വാട്ടർ ടിൻറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കയ്യിൽ കിട്ടിയത് അവരുടെ ഫൗണ്ടേഷനാണ്. ആൻഡ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഷെയ്ഡും പൊട്ട തെറ്റായിരുന്നു. ഇൻറ്റൻസ് ആംബർ. തിരിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും ഇതിൻ്റെ റിട്ടേൺ പ്രൊസീജിയർ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. അതുകൊണ്ട് വലിയ ഐഡിയ ഒന്നുമില്ല തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചുവിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ഞാൻ മേടിച്ച ഒരു ഹൈ ചെയർ ആണ് കേട്ടോ. ഷനേലിൻ്റെ ഒരു ഇമ്പൾസീവ് പർച്ചേസ് ആയിരുന്നെങ്കിലും ഇതങ്ങനെയല്ല കേട്ടോ. ഒത്തിരി ആലോചിച്ച് ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പ്രോഡക്റ്റിന് ഓർഡർ കൊടുത്തത് കേട്ടോ. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്കൊരു ഹൈ ചെയർ ആയിട്ടും ബൂസ്റ്റർ ചെയർ ആയിട്ടും ആൻഡ് ഒരു നോർമൽ കിഡ്സ് ചെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് ഹൈ ചെയർ ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇതൊരു മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാൻ സിലിക്കണിൻ്റെ ഒരു ഫീഡിംഗ് സെറ്റ് കൂടെ മേടിച്ചിരുന്നു. അധികമൊന്നുമില്ല, ഒരു ഫീഡിംഗ് ബൗൾ, സ്പൂൺ ആൻഡ് എ ബിബ്. ടു ബി ഓണസ്റ്റ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികൾ ഫുഡ് കഴിക്കൂ എന്നൊന്നും നിയമമൊന്നുമില്ല. ഇതെല്ലാം ഓരോ പേരൻസിൻ്റെ ചോയ്സ് ആണ് കേട്ടോ, അവരുടെ കുട്ടികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്ത് പ്രൊവൈഡ് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത്. ഇതെല്ലാം ഞങ്ങളുടെ കുട്ടി യൂസ് ചെയ്ത് കാണണമെന്നുള്ളതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്ന് മേടിക്കുന്നതാണ്. പിന്നീട് ഞാൻ മേടിച്ചത് ഒരു സ്പൂ ഷാമ്പൂ ആണ്. ഇത് ക്രാഡൽ ക്രാപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഈ കാണുന്ന ടോയ് ബുക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ബാക്കിൽ 3 ബാറ്ററി ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ബാറ്ററി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ പ്രവർത്തിക്കും. Giraffe, panda. ഇനി ഇതൊക്കെ ഇപ്പോഴേ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. എൻഗേജ്ഡ് ആവാൻ മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ആസ് എ വർക്കിംഗ് മദർ എൻ്റെ കുട്ടീനെ ഹെൽത്തി ആയിട്ട് എൻഗേജ്ഡ് ആക്കി ഇരുത്തുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്. എന്തായാലും ഈ കാണുന്ന ബുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ യൂസ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാകുമ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.